ഇതൊരു 2 ദിവസം മുമ്പ് ഇവിടെ വീണ സ്നോ ആണ്. അന്ന് ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇത് രാവിലെ ഞാൻ ജോലിക്ക് പോകാൻ നേരത്ത് ഞാൻ എടുത്തതാണ് കേട്ടോ. ഇതിപ്പം സമയം ഏതാണ്ട് ഒരു 6 മണിയാണെന്ന് തോന്നുന്നു. അപ്പോഴെടുത്ത വീഡിയോ ആണ്. അത് 6 മണിയോ അതോ 6 മണിക്ക് മുമ്പേ ആണ് എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ. സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ഒരു 2 ദിവസത്തെ വീഡിയോയും കൂടെ ഒന്ന് ചേർത്താണ് ഞാൻ ഇടുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ഫ്രൈഡേയിൽ ഉള്ള വീഡിയോ ഒന്ന് കാണാം കേട്ടോ. അപ്പോൾ ഫ്രൈഡേ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ താഴെ വന്നിട്ട് ഇന്നത്തെ ജോലി എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ക്രിസ്മസ് ഡെക്കറേഷൻസ് എല്ലാം എടുത്ത് വെക്കാൻ പോവുകയാണ് കേട്ടോ. തിരിച്ച് ഞാൻ വെക്കാൻ പോകുന്നത് അത് എനിക്ക് കുട്ടികളെയും വിളിച്ചിട്ടുണ്ടായിരുന്നു. ക്രിസ്മസ് ട്രീ എല്ലാം നമുക്ക് ഇന്നെടുത്ത് അകത്ത് വെക്കാമെന്ന് വിചാരിച്ചു. ഇത് വലിയൊരു ജോലിയാണ്. ഇത് വെക്കുന്നവർക്കറിയാം. ഇത് വെക്കുന്നത് നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും, പക്ഷെ തിരിച്ചെടുക്കാൻ ആർക്കും വലിയ താല്പര്യം ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ ഞാൻ ഈ ടേബിളിലിട്ട മാറ്റെല്ലാം മാറ്റി പഴയ മാറ്റ് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ സമയം പിന്നെ വർഷയും മേഘയും കൂടെ അവർ ക്രിസ്മസ് ട്രീസിൻ്റെ ഡെക്കറേഷൻസും അതിൻ്റെ ഓർണമെൻറ്റ്സ് എല്ലാം എടുത്ത് ബാഗിൻ്റെ അകത്ത് ആക്കുന്നു. അപ്പോൾ ഇതെല്ലാം അങ്ങ് ബേസ്മെൻറ്റിലോട്ട് കൊണ്ടുപോകാനാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒന്നും സ്ഥലമില്ല മേളിൽ വെക്കാൻ. അപ്പോൾ സാധാരണ ബേസ്മെൻറ്റിൽ കൊണ്ടാണ് വെക്കുന്നത്. അപ്പോൾ അത് അവർ എടുത്ത് കൊണ്ടുപോകുന്ന സമയം ഞാൻ കുറേയൊക്കെ ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ അവിടെ എല്ലാം ഒന്ന് വാക്യൂം ചെയ്യാൻ. ഇത് സ്ഥിരമുള്ള ഒരു ജോലിയാണ്. എൻ്റെ വീഡിയോസ് കാണുമ്പോൾ അറിയാം. ഒരു ദിവസം ഒരു 2-3 പ്രാവശ്യമെങ്കിലും ഇത് വാക്യൂം ചെയ്യും. ആദ്യമൊക്കെ തൂക്കുമായിരുന്നു, പക്ഷേ തൂത്ത മടുപ്പാണ്. തൂക്കുമ്പോഴത്തേക്കും ഒരുപാട് സമയം എടുക്കും. അപ്പോൾ അതിനേക്കാൾ കുറച്ചുകൂടെ ഈസി ഒരു ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു വാക്യൂമാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ അങ്ങ് ഓടിച്ചു കഴിഞ്ഞാൽ എല്ലാ പൊടിയും അതിലങ്ങ് വരും കേട്ടോ. അപ്പോൾ എനിക്കിതാണ് ഒത്തിരി സൗകര്യമായിട്ട് തോന്നുന്നത്. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഈ വാക്യൂമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഹെവി ആണെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാണ്, പക്ഷേ ഇത് ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മുടെ ഫയർ പ്ലേസിൻ്റെ മുകളിലുള്ള ഡെക്കറേഷൻസും ഒക്കെ കുട്ടികൾ മാറ്റിയിട്ടുണ്ട്. ഇതെല്ലാം ദേ ബേസ്മെൻറ്റിലോട്ട് കൊണ്ടുപോവുകയാണ്. അതേപോലെ ഫ്രണ്ട്സൊക്കെ വന്ന സമയത്ത് ഈ ക്യാരം ബോർഡ് ഇവിടെ മേളിൽ കളിക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതവിടെ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ അതും കൂടെ താഴോട്ട് കൊണ്ടുപോവുകയാണ്. ഇല്ലെങ്കിൽ ഇതെല്ലാം ഇവിടെ ഇരിക്കും കേട്ടോ. അങ്ങനെ ഓരോരുത്തർ ഓരോ സാധനങ്ങളൊക്കെ മാറ്റിയാണ്. അപ്പോൾ ഡെക്കറേഷൻസ് എല്ലാം മാറ്റിയപ്പോഴത്തേക്കും അവിടെ അതിൻ്റെ ഈ പൊടിയും എല്ലാം വീണ് കിടക്കുകയായിരുന്നു. അപ്പോൾ അത് വാക്യൂമിൻ്റെ അകത്ത് കയറില്ല, ചിലത് കുറച്ച് വലിയ പീസസൊക്കെ കിടക്കുന്നു. അപ്പോഴും ഞാൻ വിചാരിച്ചു ആദ്യം അതൊന്ന് തൂത്തെടുക്കാം, അതിന് ശേഷം നമുക്ക് ഒന്ന് വാക്യൂം ചെയ്യാം. അപ്പോൾ പൊടിയും കൂടി ഇനി വരും കേട്ടോ എന്ന് വിചാരിച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതൊക്കെ മാറ്റിയപ്പോൾ തന്നെ ഭയങ്കര ഒരു ആശ്വാസം കേട്ടോ. ഇതിപ്പോൾ ഞാൻ 2-3 ദിവസം കൂടെ വെച്ചിരുന്നതാണ്. സാധാരണ ചില ആൾക്കാർ ജാനുവരി ഫുള്ള് വെക്കും കേട്ടോ വീട്ടിൽ. കാരണം വളരെ കഷ്ടപ്പെട്ടാണ് ഇവർ വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർ ജാനുവരി ഫുള്ള് ന്യൂ ഇയറിൻ്റെ ഓർമ്മയ്ക്കായിട്ടൊക്കെ ഇങ്ങനെ വെക്കും. പിന്നെ ഞാൻ വിചാരിച്ചു ഇന്നിപ്പം അങ്ങ് എടുത്ത് കാണാം. കാര്യം കുട്ടികളെ ഇന്നാണ് കിട്ടിയത്. അവരെ കിട്ടിയില്ലെങ്കിൽ ഇത് ബുദ്ധിമുട്ടാണ്, ഇല്ലെങ്കിൽ ഇത് എനിക്കാവും പണി. അതുകൊണ്ട് ഞാൻ അവരെയും കൂടെ വിളിച്ചിട്ട് ഇതങ്ങ് ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ച് ക്ലിയർ ചെയ്യുന്നതാണ് കേട്ടോ പെട്ടെന്നങ്ങ്. അതേ കണക്ക് ഇന്നിപ്പോൾ ഫ്രൈഡേ ആണ്. അപ്പോൾ ഞാൻ ഫ്രൈഡേ തന്നെ ഇതെല്ലാം ചെയ്യാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ പിന്നെ നാളെ സമയം കിട്ടില്ല. ഇത് ഇവിടെ ഒരാൾ ഒളിച്ചിരിക്കുന്നുണ്ടോ. ഇത് ഇവിടെ ഇളയാൾ മേഘയുടെ പെറ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ നാട്ടിൽ പോയ സമയം ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഇവളെ അച്ഛനെ സോപ്പിട്ട് വാങ്ങിച്ചതാണ് ഇത്. ഓറിയോ എന്നാണ് പേര് കേട്ടോ അവൻ. അപ്പോൾ അവർ ശരിക്കും പറഞ്ഞാൽ ഒരു ഡോഗിനെ വാങ്ങിക്കണമെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞ് പറ്റില്ല, എനിക്കിഷ്ടമാണ്, പക്ഷേ വീട്ടിനകത്ത് വളർത്താൻ എനിക്ക് താല്പര്യമില്ല. അപ്പോൾ അതിന് പകരമായിട്ട് അവരിപ്പോൾ റാബിറ്റിനെ വാങ്ങിച്ചു. ഇതും എനിക്ക് അത്ര അങ്ങോട്ട് പോരാ കേട്ടോ. എനിക്ക് വലിയ പാടാണ്. അപ്പം ഇവനൊരു ചെറിയൊരു ബോക്സൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് കയറിയാണ് ഇരിക്കുന്നത് രാത്രിയൊക്കെ. പിന്നെ നമ്മളെല്ലാവരും ഇങ്ങനെ ഇരിക്കുന്ന ഫ്രണ്ടിൽ വരുമ്പോഴത്തേക്ക് അവനെയും കൂടെ കുറച്ച് നേരം ഇവിടെ കൊണ്ടുവന്നിട്ട് ഇതേപോലെയൊക്കെ കളിപ്പിക്കും കേട്ടോ. അപ്പം ഞാൻ എടുത്തു വെച്ച സാധനങ്ങളിലൊക്കെ വന്ന് നോക്കുകയാണ് എന്തുവാന്ന്. അങ്ങനെ ഞാൻ അവിടെ എല്ലാം ആദ്യം ഒന്ന് തൂത്തു. പിന്നെ അതിന് ശേഷം പിന്നെ ഞാനൊന്ന് വാക്യൂം ചെയ്യുന്നത്. അപ്പോൾ വാക്യൂം ചെയ്യുമ്പോൾ എല്ലാ പൊടിയും ഇനി വരും കേട്ടോ. കാരണം ഈ ക്രിസ്മസിൻ്റെ ഡെക്കറേഷനിൽ മൊത്തം ഇങ്ങനെ ഒരു ഗ്ലിറ്റർ ഉണ്ടല്ലോ, ആ ഗ്ലിറ്റർ മൊത്തം താഴെ വീണിങ്ങനെ കിടക്കും കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ ഇത് ചവിട്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കൊണ്ടുപോകും. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരു ചെറിയൊരു വീഡിയോ ആണ് കണ്ട്, കാര്യമായിട്ടൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 2 ദിവസത്തെയും കൂടെ ഒന്ന് ഇൻക്ലൂഡ് ചെയ്ത് കാണിക്കുന്നത് കേട്ടോ. പിന്നെ ക്രിസ്മസും ജോലിയും ഒക്കെ ആയിട്ട് 2 ആഴ്ചയായിട്ട് ഭയങ്കര തിരക്കായിരുന്നു.
അങ്ങനെ ഞാൻ ആ മാറ്റെല്ലാം മാറ്റി ടേബിൾ മാറ്റൊക്കെ മാറ്റിയിട്ട് ഞാൻ വേറെ മാറ്റ് ഇടുകയാണ്. കാരണം ഇതിപ്പോൾ നമുക്ക് യൂസ് ചെയ്താൽ മതിയല്ലോ, ആരെങ്കിലും ഗസ്റ്റ് വരുമ്പോൾ മാത്രം മാറ്റിയാൽ മതിയല്ലോ എന്ന് വെച്ചപ്പോൾ ഞാൻ അതൊക്കെ തുടച്ച് വൃത്തിയാക്കി വീണ്ടും പുതിയ മാറ്റൊക്കെ ഇട്ടിട്ട് പിന്നെ ഞാൻ വിചാരിച്ചു മോപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ മോപ്പ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നാളെ മറ്റേ പൗർണമിയല്ലേ, അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു വീടൊന്ന് ക്ലീൻ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഫുള്ള് ഒന്ന് തുടയ്ക്കുന്നതാണ് കേട്ടോ. അപ്പോൾ തുടച്ചിട്ടും കുറച്ച് ദിവസമായി. കാരണം നമ്മൾ വിചാരിക്കും പൊടിയൊന്നും ഇല്ലയെന്ന്. സാധാരണ നാട്ടിലൊക്കെയാണ് എല്ലാവരും പറയും ഈ കാറ്റൊക്കെ അടിക്കുമ്പോൾ വീട്ടിൻ്റെ അകത്ത് പൊടിയാവുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ വിൻ്റർ ആയതുകൊണ്ട് നമ്മൾ കതവും ജനലും ഒന്നും തുറക്കാറില്ല. പക്ഷേ നല്ല പൊടിയുണ്ട് കേട്ടോ. അത് നമ്മൾ ഈ തുടയ്ക്കുമ്പോൾ, അത് ഞാൻ ഈ വെള്ളം വെച്ചാണ് തുടയ്ക്കുന്നത്. ഇവിടെ ആരും അങ്ങനെ ചെയ്യാറില്ല. പക്ഷേ എനിക്കിത് ചെയ്താൽ എനിക്ക് സമാധാനമുള്ളൂ കേട്ടോ. ഇത് നമ്മൾ തുടച്ചിട്ട് അങ്ങോട്ട് ആ വെള്ളത്തിൽ കഴുകുമ്പോൾ അറിയാം എന്തുമാത്രം പൊടിയുണ്ടെന്ന് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് വേറെ ഒന്നും എനിക്ക് ശരി, ഇവിടെ 2-3 ഉണ്ട് കേട്ടോ. പക്ഷേ എനിക്കതൊന്നും ഇഷ്ടമല്ല. ഇലക്ട്രിക്കിൻ്റെ അല്ലാതെയൊക്കെ ഉണ്ട് മോപ്പ് ചെയ്യാൻ. പക്ഷേ എനിക്ക് നമ്മുടെ ആ പഴയ ഇതേ ഇഷ്ടപ്പെടൂ, എന്നാലേ അത് ക്ലീനും ആവത്തുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഞാൻ വിളക്ക് കത്തിക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് പഞ്ചാമൃതം പോലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കുറച്ച് പഴവും പഞ്ചസാര, പാല്, പിന്നെ കൽക്കണ്ടം ഒക്കെ ഇട്ടിങ്ങനെ ഒരു പ്രസാദം പോലെ ഞാൻ ഉണ്ടാക്കി വിളക്ക് കത്തിക്കാൻ വേണ്ടി അങ്ങനെ വെച്ച് ഒന്ന് തൊഴുതൊക്കെ എടുത്തു കേട്ടോ. അപ്പോൾ സാധാരണ അങ്ങനെ വ്രതമൊക്കെ ചിലപ്പോഴേ എടുക്കാറുണ്ട്, പക്ഷേ ചില സമയങ്ങളിൽ നടക്കാറില്ല. നമ്മൾ വ്രതം എടുക്കണമെന്ന് വിചാരിച്ചാലും അതങ്ങോട്ട് നടക്കത്തില്ല. ഇന്നിപ്പോൾ രാവിലെ ഞാൻ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് വിളക്കൊക്കെ കത്തിച്ചിട്ടുണ്ട്. കാരണം ഇന്നിപ്പോൾ പൗർണമിയാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഒരു വീഡിയോസായിട്ടൊക്കെ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോഴും അങ്ങനെ വലിയതായിട്ട് വ്രതമൊന്നും എടുക്കുന്നില്ല, പക്ഷേ വെജിറ്റേറിയൻ ആക്കാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ വീഡിയോ എടുക്കാനും അങ്ങ് വിട്ടുപോയി കേട്ടോ. അപ്പോഴിവിടെ സ്വീറ്റ് പൊട്ടറ്റോസാണ് ഇത്. അപ്പോഴത് കുട്ടികൾക്ക് ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഹസ്ബൻഡ് പറഞ്ഞു അത് ഞാനൊന്ന് ഫ്രൈ ആക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ കുറച്ച് മല്ലിയില, നമ്മുടെ ഗാർലിക് പൗഡർ, പിന്നെ കുറച്ച് തേന്, പിന്നെ എന്താ പെപ്പർ, ബ്ലാക്ക് പെപ്പർ, ഉപ്പ്, ഇതെല്ലാം കൂടെ ഇട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് അത് നമ്മൾ ഇങ്ങനെ അടുപ്പിൽ ഇട്ട്, സാധാരണ ഞങ്ങൾ എയർ ഫ്രയറിലാണ് വെക്കാറുള്ളത്. അപ്പോൾ ഇതൊക്കെ ചെയ്താലേ കുട്ടികൾ കഴിക്കത്തുള്ളൂ കേട്ടോ, ഇല്ലെങ്കിൽ അവർക്ക് വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ കുറച്ച് ഒലിവ് ഓയിലും കൂടെ ഒഴിക്കും കേട്ടോ. അതുകൊണ്ട് പിന്നെ നമുക്ക് എണ്ണയൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് കുറച്ച് തേനും ഇതും എല്ലാം കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമ്മൾ പാനിലോട്ട് അങ്ങ് ഇട്ടാൽ മതി. അതവിടെ കിടന്നിങ്ങനെ വേവും കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് വേണ്ടി ചെയ്യുന്നതാണിത്. പിന്നെ നമുക്ക് വേണ്ടിയുള്ള കുക്കിംഗ് എന്ന് വെച്ചാൽ ഇപ്പം കുറച്ച് ഇന്ന് വെജിറ്റേറിയൻ ആക്കാമെന്ന് വിചാരിച്ചതുകൊണ്ട് അപ്പോൾ ഞങ്ങൾ വലിയതായിട്ടൊന്നും ചെയ്യുന്നില്ല കേട്ടോ, കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ പരിപ്പ്, പപ്പടം, പിന്നെ എന്താ ബീട്രൂട്ട് പച്ചടി, പിന്നെ ബീട്രൂട്ട് വിഴുക്ക്, അങ്ങനെയുള്ള 1-2 ഐറ്റംസൊക്കെയാണ് കേട്ടോ ഞങ്ങൾ ചെയ്യുന്നത്. അതാണ്ട് ഇതൊക്കെയാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ചെയ്ത് ഉച്ചയ്ക്ക് ഊണിന് വേണ്ടി എടുത്തിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഇത് മറ്റേ ചമ്മന്തിപ്പൊടിയാണ്, നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. പിന്നെ നാരങ്ങ കറി ഇവിടെ വെച്ചതുണ്ടായിരുന്നു, അതൊക്കെ ഇവിടെ ഉണ്ടായിരുന്നതാണ് കേട്ടോ. അങ്ങനെ അപ്പം നമ്മൾ ഇത് ഉച്ചക്കലത്തെ ഊണെല്ലാം കഴിഞ്ഞു. അപ്പോൾ എൻ്റെ വെളിയിലാണ് ഇത് കേട്ടോ, നല്ല സ്നോ ഇതായി കിടക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ വലുതായിട്ട് ഞാൻ വീഡിയോ ഇതിൽ എടുത്തിട്ടില്ല ഇന്നത്തെ ദിവസം. അങ്ങനെ ഊണൊക്കെ കഴിഞ്ഞ് കുറേ നേരമൊക്കെ അവിടെ ഇരുന്നു. അതിനുശേഷം വൈകിട്ടായപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് നേരം ഒന്ന് ത്രെഡ്മില്ലിൽ പോകാമെന്ന്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ക്രിസ്മസ് പ്രമാണിച്ച് പിന്നെ ജോലി ആയതുകൊണ്ട് ഏതാണ്ട് ഇപ്പോൾ ഒരാഴ്ചയായി. സമയം കിട്ടുമ്പോൾ ഞാൻ ഒന്ന് പോകാറുണ്ട് കേട്ടോ, ഇങ്ങനെ ത്രെഡ്മില്ലിൽ ഒന്ന് വാക്ക് ചെയ്യാറുണ്ട്. കാരണം വിൻ്റർ ആയതുകൊണ്ട് നമുക്ക് പുറത്ത് നടക്കാൻ പോകാൻ പറ്റില്ല. അപ്പോൾ ഏജായി വരുമ്പോഴത്തേക്കും കുറച്ചൊക്കെ നമ്മളൊന്ന് എക്സസൈസ് ചെയ്യാമെന്ന് വിചാരിച്ച് ചെയ്യുന്നതാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ കുറച്ച് നേരം വന്നിരുന്നു. ഇത് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ക്ഷീണമാണ് കേട്ടോ. അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളമൊക്കെ കുടിച്ച് ഞാൻ കുറച്ച് നേരം ഒരു 10 മിനിറ്റ് ഇരുന്നു. കാരണം ഇനി ഒന്ന് പോയി ഒന്ന് ബോഡി വാഷൊക്കെ ചെയ്യണം, എന്നിട്ട് വിളക്കൊക്കെ വൈകിട്ട് കത്തിക്കണം, അങ്ങനെയൊക്കെ ഇരിക്കുന്നു. അപ്പോൾ ഞാൻ ഇതിൽ ഒരുപാട് കുക്കിങ്ങിൻ്റെ വീഡിയോ ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇടയ്ക്ക് അതൊക്കെ അങ്ങ് വിട്ടുപോയി കേട്ടോ. അങ്ങനെ അതിന് ശേഷം വൈകിട്ട് വിളക്കൊക്കെ കത്തിച്ച് ഞാൻ രാവിലെ കുളിച്ചതായതുകൊണ്ട് ഞാൻ മേൽ കഴുകിയതേ ഉള്ളൂ. അപ്പോൾ എന്നിട്ട് വിളക്കൊക്കെ ഒന്ന് കത്തിച്ചിട്ട് ഞാൻ താഴോട്ട് പോയി. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കുറേ വീഡിയോസ് ഞാൻ എടുത്തിട്ടില്ല, കുറേ ലോണ്ട്രിയൊക്കെ ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്നും ഒരേപോലെയുള്ള വീഡിയോസ് തന്നെയാണ് എപ്പോഴും ഇടുന്നത് കേട്ടോ. അങ്ങനെ പിന്നെ എൻ്റെ ഇൻഡോറിൻ്റെ കുറേ പ്ലാന്റ്സിന് എന്താ വെള്ളം ഇല്ലാണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഹീറ്റ് ഇട്ടിരിക്കുന്നതുകൊണ്ട് എപ്പോഴും ഡ്രൈ ആവും കേട്ടോ. അപ്പോൾ ഞാൻ തൊട്ട് നോക്കിയപ്പോൾ ഒട്ടും വെള്ളമില്ല. ഞാൻ പെട്ടെന്ന് പോയി കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച്
എല്ലാ ഇൻഡോറിനുള്ള എല്ലാ പ്ലാന്റ്സിനും ഒഴിക്കുമ്പോൾ പിന്നെ എല്ലാത്തിനും ഒരുമിച്ചങ്ങ് ഒഴിക്കും കേട്ടോ. അങ്ങനെ അതൊക്കെയായിരുന്നു ഈ വീഡിയോയുടെ വിശേഷങ്ങൾ. അങ്ങനെ കാര്യമായിട്ട് വലുതായിട്ടില്ലയെന്ന് എനിക്കറിയാം. കാരണം ഇതെടുക്കണോ വേണ്ടിയെന്ന് വിചാരിച്ചെടുത്ത ഒരു വീഡിയോ ആണ് കേട്ടോ. അതുകൊണ്ട് ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. സോ സി യു നെക്സ്റ്റ് വീഡിയോ. ആൻഡിൽ ദെൻ ബൈ ആൻഡ് ടേക്ക് കെയർ. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട. സോ സി യു.